റീസെന്റ് ഒരു പ്രമുഖ കമ്പനി അവരുടെ ഡിവൈസുകളിലെ എഐയുടെ ഇംപ്ലിമെന്റേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഇവന്റ് ഞാൻ കാണാനുണ്ടായി. അപ്പോൾ വാട്ട്സ് സോ സ്പെഷ്യൽ അബൌട്ട് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരുടെ വോയിസിലേക്ക് ChatGPT അവര് ഇന്റഗ്രേറ്റ് ചെയ്യാണ് എന്നുള്ളതാണ് അതിലത്തെ കാര്യം. അപ്പൊ നമുക്ക് ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവര് പറഞ്ഞത് അവരുടെ ഒരു ലേറ്റസ്റ്റ് പ്രൊഡക്റ്റുകളിൽ മാത്രമേ ഈ ഒരു ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവുള്ളൂ, കാരണം ഹാർഡ്വെയർ സപ്പോർട്ട് ഒരുപാട് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഡിവൈസുകളിൽ, ഞാൻ ഉപയോഗിക്കുന്ന ഈ ഡിവൈസിലും നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഡിവൈസിലും ഓൾറെഡി AI ഉണ്ട്. അപ്പൊ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ഡിവൈസുകളിലും AI ഉണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റിനെ പറ്റി നമ്മുടെ ഫോൺ വഴി ഇപ്പൊ കോൾ ചെയ്തിട്ടോ വാട്സപ്പിലോ മെസ്സേജിലോ എവിടെയെങ്കിലും നമ്മളൊരു പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, മേ ബി ഫോൺ അടുത്ത് വെച്ച് സംസാരിച്ചാൽ പോലും, അയക്കണ്ട, സംസാരിച്ചാൽ പോലും നമ്മൾ അതിന്റെ ആഡ് പല സ്ഥലങ്ങളിൽ, പല വെബ്സൈറ്റുകളിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ എല്ലായിടത്തും അത് കാണണം. സോ ഇത് ആണ്. കാരണം നമ്മൾ ഒരു സ്ഥലത്തും സെർച്ച് ചെയ്യാത്തൊരു സാധനത്തിന്റെ ആഡ് പോലും നമ്മൾ കാണുകയാണ്. അതായത് നമ്മൾ ചിലപ്പോൾ ബ്രൗസർ ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്തിട്ടുണ്ടാവില്ല, ഒരുപക്ഷെ നമ്മൾ ഫോണിന്റെ അടുത്തിരുന്ന് സംസാരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിന്റെയൊക്കെ ആഡ് നമ്മൾ കാണുകയാണ്. സോ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്. അതല്ലെങ്കിൽ വേറെ തരത്തിൽ നമ്മൾ മാപ്പ് ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് മാപ്പിൽ വരുന്നത് എങ്ങനെയാണ്? എന്തായാലും സാറ്റലൈറ്റ് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് കാറുകളുടെ എണ്ണം, വണ്ടികളുടെ എണ്ണം നോക്കിയിട്ടൊന്നല്ല ഒരു സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടോ ഇല്ലെന്ന് ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ അതും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ നമ്മുടെയൊക്കെ ഡിവൈസുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ അടുത്ത കാര്യം, ഇവര് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കമ്പനി, നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പനി പറഞ്ഞത് ഇവര് വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡിലാണ് ഈ AI കൊണ്ടുവരുന്നത്. അതായത് നമ്മുടെ ഡിവൈസിൽ പ്രോസസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ക്ലൗഡിൽ പ്രോസസ് ചെയ്യുന്നു. പക്ഷെ ക്ലൗഡ് ആയതുകൊണ്ട് ആരും പേടിക്കണ്ട, ഇത് വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോ വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ കാര്യമല്ല. ഇതൊരു 10-15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള കാര്യം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ക്ലൗഡിന്റെ ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ, എവിടെയെങ്കിലും ഒരു ഡാറ്റാ സെന്ററിൽ ഒരു വലിയ സെർവർ ഉണ്ടാവും. ഈ വലിയ സെർവറിനെ വെർച്വലൈസ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്, ഐ മീൻ ചെറിയ ചെറിയ പീസസിൽ ചെറിയ ചെറിയ സെർവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു അക്കൗണ്ട് ഈ പറഞ്ഞ വെണ്ടറിന്റെ കയ്യിൽ എടുക്കുകയാണെങ്കിൽ, അവർ നമുക്ക് ഒരു വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് നമുക്ക് ഉണ്ടാക്കി തരും. അപ്പൊ നമ്മുടെ സെർവേഴ്സ് ഒക്കെ അതിന്റെ അകത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ ഇതാണ് ഈ ക്ലൗഡിന്റെ ബേസിക് കോൺസെപ്റ്റ് തന്നെ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന 90% അപ്ലിക്കേഷൻസും ഇന്ന് വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡിൽ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ അപ്ലിക്കേഷൻസ് ഹാക്ക് ആവുന്നുണ്ട്, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതായത് വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരു പ്രൊഡക്റ്റും സേഫ് ആവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതും ഒരു ഗിമ്മിക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഫോണിന്റെ അടുത്തിരുന്ന് സംസാരിച്ച ഒരു സാധനം പോലെ അവർ മനസ്സിലാക്കി നമുക്ക് ആഡ് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്രയും വലിയൊരു AI ഇംപ്ലിമെന്റേഷൻ നമ്മുടെ ഡിവൈസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസിയിൽ ഉണ്ടാവുന്ന ഇമ്പാക്ട് വളരെ വലുതായിരിക്കും. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ബി റിയലി കൺസേൺഡ് അബൌട്ട് ദിസ് ഇഷ്യൂ എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. എന്തായാലും ഇംപ്ലിമെന്റേഷൻ വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ്, എന്തുമാത്രം ഫീച്ചേഴ്സ് ഉണ്ട്. എന്തായാലും നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ഇനി ഇതിനൊപ്പം ജീവിക്കുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം.